ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കര ഒരു തെറാപ്പി പോലെയാണല്ലേ. അത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഭയങ്കര ഒരു സമാധാനം കിട്ടും. അങ്ങനെയുള്ളൊരു കാര്യമാണ് രാവിലെ എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ വെച്ച് അമ്പമ്പോ എന്താ വൈബ്. എല്ലാ ദിവസവും ചെയ്താൽ ചിലപ്പോൾ വൈബ് സെറ്റ് ആവില്ലായിരിക്കും, അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ആവാം. പിന്നെ ഇന്ന് കർക്കിടകം ഒന്നുകൂടിയാണല്ലോ. ഇന്നലെ വൈകിട്ട് തന്നെ വിളക്കൊക്കെ കഴുകി കൃഷ്ണന് തുളസിമാലയൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ദാ വിളക്കൊക്കെ കൊളുത്തി കുന്തിരിക്കൊക്കെ പുകച്ച് കുറിയൊക്കെ തൊട്ട് അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ അമ്മ സാമ്പാറിൻ്റെ പരിപാടിയിലാണ്. ഒരു ഗ്ലാസ് ചായ എടുത്ത് അമ്മമ്മയുടെ റേഡിയോ ഓണാക്കി ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരം അത് കേട്ടോണ്ടിരുന്നു. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും ഇക്കുനെ വിളിക്കാൻ പോയി. അവന് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി ചാടി നിൽക്കും. പിന്നെ ഇനി 2 ദിവസം ലീവുമാണ്. ഇന്നാണെങ്കിൽ സ്കൂളിൽ നിന്ന് ഫീൽഡ് വിസിറ്റ് ഉണ്ട്. നമ്മുടെ പാടം കാണാൻ പോവല്ലേ. എന്തായാലും ഇന്നത്തെ കുട്ടികളുടെയൊക്കെ അവസ്ഥ. ഫീൽഡ് വിസിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഇക്കുവിൻ്റെ വിചാരം എന്തോ വലിയ സംഭവം എന്നുള്ളതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് അവൻ. പാടത്തേക്കാണ് പോണേന്നുള്ളത് അറിയണ്ടാവില്ല. കോട്ടൊക്കെ എടുത്തിട്ടാണ് ഇന്ന് സ്കൂളിൽ പോയിട്ടുള്ളത്. പനി മാറിയതിന് ശേഷം ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാ. ഒരു ഗ്ലാസ് പാലും കൊണ്ട് ഞാൻ അരമണിക്കൂർ പിന്നാലെ നടന്നിട്ടും കുടിച്ചില്ല. പിന്നെ ഒരുവിധം 2 കഷ്ണം ദോശ എങ്ങനെയൊക്കെയോ കൊടുത്തു. ഞങ്ങളുടെ നാട്ടിലൊന്നും മഴയില്ല എന്ന് പറയണത് കേട്ടുന്ന് തോന്നണു. ഇക്കോനെ സ്കൂൾ ബസ്സിലാക്കി തിരിച്ചു വരുമ്പോൾ തുടങ്ങിയ മഴയാ. എന്ത് മഴയാണ് പെയ്യണത്. അമ്പലത്തിൽ പോകാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഈ മഴയത്ത് പോയാൽ ശരിയാവില്ല എന്ന് തോന്നിയതുകൊണ്ട് ഒരു ബുക്ക് പകുതി വായിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ടിരുന്നു.